ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സെക്ഷൽ അബ്യൂസ് എന്നുള്ളത്. ഒരുപാട് കേസുകൾ ഇങ്ങനത്തെ ഇതിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സെക്ഷൽ അബ്യൂസ് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിക്കാനായിട്ട് ഒരുപാട് തരത്തിലുള്ള കേസുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം വരുമ്പോൾ അവരുടെ പ്രശ്നം ഒന്നില്ലെങ്കിൽ മൈഗ്രെയിൻ, അല്ലെങ്കിൽ അടിക്കടിയുള്ള വേദനകൾ, ഹിസ്റ്റീരിക് ബിഹേവിയേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ പാനിക് അറ്റാക്സ്, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ നോക്കി വരുമ്പോഴത്തേനും അതിൻ്റെ ബാക്കിലുള്ള പല കാര്യങ്ങളും കേട്ട് ഞെട്ടലോടെയാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പല പ്രശ്നങ്ങളിലും കുട്ടികൾ പോയി കുരുങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു കേസിനെ പറ്റി പറയാം എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കാം, ഇങ്ങനെ വന്ന കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ഈ കുട്ടികളെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാം, എങ്ങനെ നമുക്കത് പ്രിവെന്റ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു 50% കുട്ടികളും ഇങ്ങനെ സെക്ഷൽ അബ്യൂസിന് വിധേയരാക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ നാഷണൽ ക്രൈം ബ്യൂറോന്റെ റിസൾട്ടുകൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് കാരണം അതിൽ പലതും, അതായത് പകുതിയോളം ഇവർ അറിയുന്നില്ല, പുറത്തേക്ക് അറിയുന്നില്ല. അതിന് കാരണങ്ങൾ അവർ പറയുന്നത് ഭയം, അത് ഏറ്റവും പ്രശ്നമുള്ളതാണ് ഭയം. പിന്നെ അറിവില്ലായ്മ, എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അറിയാത്ത ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന അബ്യൂസുകൾ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് സ്റ്റിഗ്മ എന്ന് പറയും. അതായത് സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഇത് സംഭവിക്കുന്ന സമയത്ത് ഇവർക്കൊരു മെന്റൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അതായത് ഈ ഒരു ഈ ഒരു പേടിയിൽ നിന്നും ഇവർ ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് മാറി എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് പറയാൻ അറിയാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. അങ്ങനെയും കുറേ കാര്യങ്ങൾ അറിയുന്നില്ല. പിന്നെ പാരൻസ്, സോഷ്യൽ നമ്മുടെ ഇതൊക്കെ കാരണം പല കേസുകളും നമുക്ക് പുറത്തറിയാതെ പോകുന്നു. അപ്പോൾ അതിന് എന്താണ് സെക്ഷൽ അബ്യൂസ് എന്നുള്ളത്? നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ പീഡനം, അതായത് മൊളസ്റ്റേഷൻ മാത്രമല്ല, അങ്ങനെ മാത്രമല്ല നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു സ്പർശനം, ഒരു ടച്ച്, ഒരു ചേഷ്ട, ഇതെല്ലാം നമുക്ക് അബ്യൂസീവായിട്ട് ഒരു അവസ്ഥയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾസ് ഞാനിപ്പോൾ ഒരു 4 കേസ് ഞാനിവിടെ പറയാം, ചെറിയതായിട്ടേ പറയത്തുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, ഇതൊരു ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ്. ആദ്യത്തെ ഒരു കേസ് 6ൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതായത് ഒരു 11 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്, ആൺകുട്ടിയാണ് എന്നോർക്കണം. ഇതിന് ആൺകുട്ടികളോ പെൺകുട്ടികളോ എന്നൊന്നുമില്ല, എല്ലാ കുട്ടികളെയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയോടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൺകുട്ടിയാണ്. ഇത് ഒരു ഫംഗ്ഷന് പാരൻസിന്റെ കൂടെ പോയതാണ്. കുറച്ച് ഈവനിങ് ആയിരുന്നു, ഈവനിങ് നൈറ്റ് ആണ് പരിപാടി. ഈവനിങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും കൂടി കളിക്കുകയാണ്. ഷട്ടിൽ കോക്ക് കുറച്ച് അകലെ ഒരു സ്ഥലത്ത് വീണു എന്നാണ് പറയുന്നത്. കുട്ടിക്ക് മൈഗ്രെയിൻ അറ്റാക്സ് ആയിരുന്നു. അപ്പോൾ അതിന് കേസ് എടുത്തപ്പോഴാണ് അതിന്റെ ബാക്ക് ഹിസ്റ്ററി കിട്ടിയതും അത് ഞാൻ ക്ലിയർ ചെയ്തതും അങ്ങനെയാണ്. അപ്പോൾ അത് എടുക്കാൻ പോയപ്പോൾ ഒരു മാന്യനായ ആള് മറ്റു കുട്ടികളെ, ഇവനായിരുന്നു അതിലെ മൂപ്പ്, ബാക്കി എല്ലാ കുട്ടികളും ഇവനേക്കാളും താഴെയാണ്, ഒരു കുട്ടിയെ എടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇവന് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ എങ്കിലും ഉപദ്രവിക്കാനാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഇവൻ കയ്യിൽ കടിച്ചുകൊണ്ട് തിരിച്ചോടുകയായിരുന്നു. പക്ഷെ ഇവൻ ആകെ പേടിച്ചു. പിന്നെ അയാൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, അതായത് ഈ കാര്യം എങ്ങാനും പുറത്തു പറഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേട്ടോടുകൂടി കുട്ടി ആകെ സ്റ്റക്കായി. കുറേ കഴിഞ്ഞ് ആണ് ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴേക്കും ഇവന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൈഗ്രെയിൻസ് അറ്റാക്കാണ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇങ്ങനെ സംഭവിക്കാം. വേറെ എന്തെങ്കിലും ഫിസിക്കലി ഒരു ബുദ്ധിമുട്ടിലേക്ക് ഈ ഒരു മെന്റൽ ട്രോമ കൊണ്ടുപോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. അത് ഒരു കേസ്. പിന്നെയുള്ള ഒരു കേസ് എന്താന്ന് വെച്ചാൽ ഒരു കുട്ടി, പെൺകുട്ടിയാണ്. അപ്പോൾ അവര് കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ പാരൻസ് ഇവരെ വിട്ടിട്ട് എന്തോ ആവശ്യത്തിന് പുറത്തിറങ്ങി ഒരു 1-2 മണിക്കൂർ പുറത്തു പോയതാണ്. എല്ലാ കസിൻസും ഉണ്ടായിരുന്നു. അതിലൊരു ആൺകുട്ടി ഈ കുട്ടിയോട് ഇത്തിരി മിസ്ബിഹേവിയർ ആയിട്ട് പെരുമാറുന്നു, അത്രയേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഈ കുട്ടിയുടെ ഒരു മനസ്സിൽ ഭയങ്കര ഒരു വൂണ്ട് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ഭയങ്കര വിഷമം. ആ വിഷമത്തിൽ നിന്നും പിന്നെ ഹിസ്റ്റീരിക് അറ്റാക്സ് തുടങ്ങുവാണ്. പിന്നെ അതൊരു പ്രശ്നമായിട്ട് കേസായിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. അപ്പൊ അങ്ങനെ പല തരത്തിലാണ്. പിന്നെ ഒരു കേസ് എന്താന്ന് വെച്ചാൽ
ഒരു മാരേജിനോട് അടുക്കും തോറും ഈ പെൺകുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ എന്താണെന്ന് അറിയാനും ബാക്കി ഹോർമോണൽ ഇംബാലൻസ് കവർ ചെയ്യാനുമാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, ഇവർ ട്യൂഷന് പോകുന്ന എല്ലാ സമയങ്ങളിലും ഇവർക്ക് ഒരു ആള് അവരുടെ പ്രശ്നമാണ് എക്സിബിഷനിസം, അതായത് അവരുടെ ലൈംഗികവയം പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി. അപ്പൊ ആ ഒരു കേസിൽ ഈ കുട്ടിയാണ് ഇത് പല പ്രാവശ്യം ഉണ്ടായി. വീട്ടിൽ പറഞ്ഞിട്ട് അവരും അത് അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ അതിൽ ഈ കുട്ടി എല്ലാം കൊണ്ടും പേടിച്ചിരിക്കുവാണ്. അപ്പൊ ഈ കുട്ടിക്ക് മാരീഡ് ലൈഫിനോടെ ഒരു ഭയമായി തീർന്നു ഇങ്ങനെയുള്ളൊരു കേസ്. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള കേസുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് സെക്ഷൽ അബ്യൂസ് ആവാം, ഇതാണ് സെക്ഷൽ അബ്യൂസിന്റെ ഞാൻ പറഞ്ഞല്ലോ, ചേഷ്ടകളാവാം, അങ്ങനെ പലതരത്തിലുള്ള രീതിയിലുള്ള സെക്ഷൽ അബ്യൂസുകൾ. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത്, ഒരു കേസ് വന്നത് അത് ഒരു 9ൽ പഠിക്കുന്ന ആൺകുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പിടിച്ചിട്ടാണ്, അങ്ങനെ ഒരു കേസിലായിട്ടാണ് എനിക്കത് കേസ് വരുന്നത്. അപ്പൊ എൻ്റെ സാധാരണ വരുന്ന ഒരു കേസാണ്, അവിടെ എനിക്ക് വരുന്ന കേസാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ കുട്ടി സാധാരണ തുറക്കുന്നത് പോലെ തുറന്നതാണ്. പല സൈറ്റുകളും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സൈറ്റുകളുണ്ട്, അത് ഏതാണെന്ന് മനസ്സിലാവാതെ പോയി ആദ്യമായിട്ട് അധികം ഈ ഫോണായിട്ട് ഉപയോഗമില്ലാത്തൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ പെട്ടുപോയതാണ്. അപ്പൊ കുക്കീസ് എന്ന് പറഞ്ഞാൽ ഇത് അമർത്തി അതിൽ പെട്ടുപോയി, അതിൽ അഡിക്ഷനായി, അങ്ങനെ കേസിലോട്ട് അവസ്ഥ അത്രയും മോശമായ അവസ്ഥയിലേക്ക് ആ കുട്ടി കടന്നു പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സൈറ്റുകൾ ഏതൊക്കെയാണ്, ഏതിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാനുള്ള കടമ പാരൻസിനും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചതൊന്ന് രക്ഷപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നിട്ട് ആ കുട്ടിക്കും പിന്നെ അതൊരു മാനസികമായി ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോവുകയുണ്ടായി. ഇതൊക്കെയാണ് പലതരത്തിലുള്ള ഇത്. പിന്നെ ഫോട്ടോസ്, എന്ത് കാര്യങ്ങളും ഫോട്ടോസ് ഷെയർ ചെയ്യുക. ഈവൻ ആൾക്കാര് എന്താ പറയുക, ഇതിന് അതായത് നമ്മുടെ അനുവാദം ഇല്ലാതെ എടുക്കുന്ന ഫോട്ടോസ് പിന്നീട് ബ്ലാക്ക് മെയിലിങ്, അതങ്ങനെ. അതല്ലാതെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ലവേഴ്സ് എന്ന് പറഞ്ഞും അവരും പിന്നീട് അത് ബ്രേക്കപ്പ് ആവുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ കയ്യിലുള്ള ഫോട്ടോസ് വെച്ച് അവർ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ പലതരത്തിലാണ് ഇപ്പൊ കുട്ടികളുടെ ഇടയിൽ ഈ ഒരു സെക്ഷൽ അബ്യൂസിന്റെ ഒരു ഇത് കാണിക്കുന്നത്. പല രീതിയിലാണ് അത് ഷോ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഒരു പീഡനമുറ അത് പീഡനം മാത്രം ആണ് എന്ന് കരുതിയിരിക്കുന്നവർക്ക് അത് തെറ്റാണ്. കാരണം പല രീതിയിലാണ് കുട്ടികളെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും കാണാതെ പോകുന്നതും. ഇനി ഒരു കേസ് വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി അവരുടെ ലവറായിട്ട് തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞതിന് ശേഷം പറയുവാണ് മെയിൽ സൈഡിന് കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതൊരു പ്രോബ്ലത്തിലേക്ക് ഈ കുട്ടി പെൺകുട്ടി പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെ തുടരുന്നു പ്രശ്നങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ഇതില് ചെറിയ കുട്ടികളിൽ പറ്റുന്നത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഗിഫ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പലതരത്തിൽ ആൾക്കാർ അവരെ, ഈവൻ നമ്മുടെ വീട്ടുകാരാണെങ്കിൽ പോലും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അതിലൊരു കേസ് എനിക്ക് വന്നത് ഇങ്ങനെയാണ്. അതായത് എന്താണ് നമ്മുടെ അതായത് ഈ പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയുടെ ഫാദറിന്റെ ചേട്ടനായിരുന്നു ഇങ്ങനെ ചെയ്തത്, ഇവരെ മിസ്യൂസ് ചെയ്തത്. പക്ഷെ അത് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോലും ഈവൻ പാരൻസ് പോലും അത് വിശ്വസിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഈ കുട്ടി ഭയങ്കര ഇൻസെക്യൂർ ആവുകയാണ്, പേടിച്ചുപോയി. എൻ്റെ പാരൻസ് പോലും എൻ്റെ കൂടെ നിൽക്കുന്നില്ല, പലപ്പോഴായി ഇത് ഞാൻ പറഞ്ഞിട്ടും എൻ്റെ പാരൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവര് സ്വന്തം അപ്പൻ്റെ ചേട്ടനാണല്ലോ എന്നുള്ള ഇതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരത് വിശ്വസിച്ചില്ലായിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. എങ്കിൽ പോലും ഈ കുട്ടി പറഞ്ഞത് അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. അതിൽ നിന്നും അവർക്ക് വല്ലാത്തൊരവസ്ഥയിലോട്ട് ഈ കുട്ടി മാറുകയാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നം, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ സാധാരണ ഈ പറഞ്ഞ കാര്യങ്ങളിലോ പെട്ടുപോകുന്ന കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ കുട്ടികളിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മൂകത. നമുക്ക് അധികം ഗ്ലൂമി ആയി പോകുന്ന ഒരു അവസ്ഥ, ആരോടും സംസാരിക്കേണ്ട, ഫ്രണ്ട്സ് ഇല്ല, അകത്ത് തന്നെ ഇരിക്കാൻ ആഗ്രഹം തോന്നുന്നു, പുറത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ കുറയുന്ന ഒരവസ്ഥ, വിശപ്പില്ല, ഉറക്കമില്ല, ടെൻഷൻ, ദേഷ്യം, പഠിത്തത്തിൽ മോശമായി പോകുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഫിസിക്കൽ ജനറൽസ് മോശമായി വരുന്നു, മെലിഞ്ഞു വരുന്നു, കോൺസെൻട്രേഷൻ ഇല്ല, മറന്നു പോകുന്നു കാര്യങ്ങൾ,
സംസാരിക്കാൻ താല്പര്യമില്ലാതെയായി പോകുന്നു. ഇതെല്ലാം കാണുമ്പോൾ തന്നെ എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം? അത് പലതരത്തിലാവാം, ഇത് തന്നെ ആവണമെന്നില്ല. പക്ഷെ എന്താണോ അവളുടെ പ്രശ്നം അല്ലെങ്കിൽ അവന്റെ പ്രശ്നം, അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അത് ടീച്ചേഴ്സ് കംപ്ലൈന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ പാരൻസിന് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുക, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. എന്താണോ ചെയ്യേണ്ടത്, എന്താണോ ആ കുട്ടിയുടെ മനസ്സിലുള്ളത് എന്ന് അറിയാൻ ശ്രമിക്കുക. അതാണ് ഇവരുടെ ഒരു സിംറ്റംസ്, ഈ കുട്ടികൾ ഇങ്ങനെ വരുന്ന സമയത്ത്. ഇനി അടുത്തതായി നമുക്ക് എന്താണുള്ളത്? ഇനിയിപ്പോൾ ഇങ്ങനെ ഒരെണ്ണത്തിൽ പെട്ടുപോയി, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ ഈ കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, എനിക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി സംഭവിച്ചിട്ടില്ല എന്ന് കുട്ടിയെ മനസ്സിലാക്കിയാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞ് അവന് പറയാനുള്ള സമയം ആദ്യം കൊടുക്കുക. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള പറയാനുള്ള സമയം കൊടുക്കുക. നമ്മൾ ആങ്ഷ്യസ് ആവാതിരിക്കുക. നമ്മുടെ ടെൻഷൻ കാണുമ്പോൾ കുട്ടി കൂടുതൽ പേടിക്കും. ചിലപ്പോൾ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കാം, അല്ലെങ്കിൽ ഒരു വലിയൊരു കൊളാപ്സിന് ഒരു അവസ്ഥ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആങ്ഷ്യസ് ആവാതെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, കുട്ടിയെ സമാധാനിപ്പിക്കുക, വെയിറ്റ് ചെയ്യുക. അവന്റെ ശാന്തതയിൽ കാര്യങ്ങൾ പറയട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് ഉറപ്പ് കൊടുക്കുക. പിന്നെ ആരാണോ അറ്റാക്ക് ചെയ്തത് അവരെ ആവശ്യത്തിനുള്ള നിയമ നടപടികൾ എടുക്കും. അവരെ നമ്മൾ എന്താ പറയുന്ന ഒരു എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ഞങ്ങൾ ചെയ്യും എന്നുള്ള ഉറപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചില കേസസിൽ അത് റിവെഞ്ചായി മാറി അപകടങ്ങളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുക. ഇതിനെ ഒരു എന്താ പറയുന്നത്, അതിനൊരു അവസാനമുണ്ട്, നമ്മൾ അതിനെ നിയമ നടപടി അനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പ് കൊടുക്കുക. അങ്ങനെ ആ കുട്ടിയെ റിക്കവറിങ് സ്റ്റേജിൽ പതുക്കെ പതുക്കെ എല്ലാവരും സഹകരിച്ച് തിരിച്ച് ജീവിതത്തിലോട്ട്, പഠിത്തത്തിലോട്ട്, അല്ലെങ്കിൽ എന്തിലാണോ ഇരിക്കുന്ന ആ കുട്ടിയുടെ അവസ്ഥയിലോട്ട് തിരിച്ച് കൊണ്ടുവരിക. ഇതാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം അടുത്ത ഒരു കണ്ടീഷൻ എങ്ങനെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളൊരു ഫ്രണ്ടിനെ പോലെ ആയിരിക്കുക കുട്ടികളോട്. കുട്ടികൾ എന്താണ് പറയുന്നത്, അവരെന്താണ് അവർ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ കേൾക്കുക, അവരുടെ കൂടെ ആയിരിക്കുക, അവർക്ക് വേണ്ടി ഒത്തിരി സമയം ചെലവിടുക. അവര് നല്ല ഫ്രണ്ടായിട്ട് ഇരുന്നാൽ അവരെന്ത് കാര്യവും നമ്മുടെ അടുത്ത് പറയും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് കുട്ടികളെ നമ്മൾ എന്താ പറയുന്നത്, എല്ലാ ദിവസവും വിശേഷങ്ങൾ പറഞ്ഞ് ശീലിപ്പിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, കുട്ടികൾ വളരുന്നു എന്ന് പാരൻസും വളരുന്നു എന്നുള്ള കുട്ടിയും മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ മനസ്സിലാക്കിക്കുക. കുട്ടിക്ക് അറിയില്ല കുട്ടി വളരുന്നു എന്നുള്ളത്. അപ്പൊ ഓരോ ഡെവലപ്മെന്റിനനുസരിച്ച് അവരുടെ വസ്ത്രരീതിയും എല്ലാം നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ആ നല്ല ഒരു രീതി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ആ വസ്ത്രരീതി ആണെങ്കിലും അവരുടെ നടപ്പും ബിഹേവിയറും അവരുടെ സംസാരവും എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് നല്ലൊരു രീതിയിലോട്ട് കൊണ്ടുപോകുക. അതായത് ആൺകുട്ടിയോട് സംസാരിക്കുന്നതും ആൺകുട്ടി പെൺകുട്ടിയോട് സംസാരിക്കുന്നതും അതേപോലെ തിരിച്ചും പെൺകുട്ടിയും എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അവരെ കാണേണ്ടതെന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയും അതിൻ്റെ കാര്യങ്ങളും ഇന്റർനെറ്റ് അങ്ങനത്തെ യൂസേജ് നല്ല കാര്യത്തിന് ഉപയോഗിച്ച് ഇങ്ങനത്തെ ഇതിൽ കുറേ അപകടങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സൈറ്റുകളും ഉണ്ട്, അത് അപകടത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഡ്രഗ്സ് അങ്ങനത്തെയൊക്കെ അടിമപ്പെടുന്ന ആൾക്കാർ പോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു രീതിയിൽ തെറ്റായ കാര്യം ഈ കുട്ടിയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ആളുകൾ മിസ്യൂസ് ചെയ്യാൻ റെഡി ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പണത്തിന് വേണ്ടി പണം ഞാൻ കുറേ തരാം, നീ ഈ ഒരു അവസ്ഥയിലോട്ട് വരുവാണെങ്കിൽ നിനക്ക് ഞാൻ ഇത്രയും പണം തരാം, അല്ലെങ്കിൽ ഇത്രയും ഡ്രഗ്സ് ഞാൻ കൈമാറാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ അപകടങ്ങളിലൊന്നും നമ്മുടെ മക്കൾ പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ പാരൻസിന്റെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാ ദിവസവും നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ ഈ ഒരു അപകടത്തിൽ അവർ പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വളരാൻ തോറും പല രീതിയിലാണ്. കുട്ടികളാണെങ്കിൽ ഇപ്പം നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോലും എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു ബാഡ് ടച്ച്, അതായത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും നല്ല ക്ലിയർ ആയിട്ട് കുട്ടികളെ മനസ്സിലാക്കിക്കുക കുഞ്ഞിലേ മുതൽ. അപ്പൊ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോലും അത് നമ്മുടെ അടുത്ത് പറയണം എന്ന് പറയുക. ആരാണെങ്കിലും നമ്മൾ അതിന് പ്രതികരിക്കുമെന്നും
നിന്നും അതിന് എന്താ പറയുന്ന ഒരു ആവശ്യത്തിനുള്ള ആക്ഷൻ നമ്മൾ എടുക്കുമെന്ന് കുട്ടിക്ക് ഉറപ്പുണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരു സെക്യൂരിറ്റിയാണ് അവർ പാരൻസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് നമ്മൾ കൊടുക്കുമെന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ അവരും അതിനനുസരിച്ച് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം നമ്മളോട് കാണിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്ത് ട്രാപ്പിൽ പെട്ടാലും പാരൻസ് അവരുടെ കൂടെ നിൽക്കും, അവരെ ഹെൽപ്പ് ചെയ്യും, അവരെ അതിൽ നിന്നും കടത്തും, അതായത് എന്താ പറയുക രക്ഷപ്പെടുത്തി കൊണ്ടുവരും എന്നുള്ള ഒരു ഉറപ്പ് കുട്ടികളിൽ കൊണ്ടുവരിക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പാരൻസും ഈ പറഞ്ഞ പോലെ ഇതെല്ലാവർക്കും ആവശ്യമായ ഒരു വീഡിയോ ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ അതേപോലെ തന്നെ ഇതിന് എന്തുണ്ടെങ്കിലും നമുക്ക് പോസ്കോ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഇതുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നിയമ നടപടികൾ തന്നെ നമുക്ക് അതിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള ഒരു നടപടി അവിടുന്ന് എടുക്കും. അപ്പോൾ അത് വേണമെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിന് പല നിയമ നടപടികളുണ്ട് നമുക്ക് അവരെ പൂട്ടാനായിട്ട് എന്നുള്ളത് പാരൻസും മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്രശ്നങ്ങൾ വരാതെ ഇരിക്കാൻ വേണ്ടി, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, നമുക്ക് കൈകോർക്കാം. താങ്ക് യു.